മലപ്പുറം പെരുവള്ളൂരിൽ തെരുവുനായുടെ കടിയേറ്റ് പേവിഷബാധയുണ്ടായ കുട്ടി മരിച്ചു. മലപ്പുറം പെരുവള്ളൂർ സ്വദേശി ഫാരിസിന്റെ മകൾ സിയയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സ്വാലിഹ് കൊണ്ട് വിശദാംശങ്ങളുമായി. സ്വാലിഹ്, കുഞ്ഞിന്റെ മരണം കഴിഞ്ഞിപ്പോൾ മൃതദേഹം വീട്ടിലെത്തിച്ച് ഖബറടക്കം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ 29-നാണ് വീട്ടിന് സമീപത്ത് വെച്ച് തൊട്ടടുത്ത കടയിലേക്ക് മിഠായി വാങ്ങാൻ പോവുകയായിരുന്നു. ഈ സമയത്ത് തെരുവുനായയുടെ ആക്രമണം ഉണ്ടാവുന്നത്. കാലിലും തലയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടിയേറ്റിരുന്നു. അതേ ദിവസം തന്നെ ആ പ്രദേശത്ത് മറ്റ് 6 പേർക്കു കൂടി തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരുന്നു. തുടർന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് വാക്സിൻ നൽകിയിരുന്നു. പക്ഷെ പിന്നീട് ഇത് തലച്ചോറിലേക്ക് ബാധിച്ചിരുന്നതിനാൽ ഫലപ്രദമായില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇന്നലെ രാത്രി 1:45-നാണ് മരണം സംഭവിക്കുന്നത്. പിന്നീട് മൃതദേഹം കാക്കത്തടത്തെ വീട്ടിൽ കൊണ്ടുവന്നു പള്ളിയിൽ ഖബറടക്കവും പൂർത്തിയായിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ വാക്സിൻ മറ്റ് 6 പേരുടെയും രോഗം ഭേദമായിട്ടുണ്ട്. ഈ കുഞ്ഞിന് മാത്രമാണ് പൂർണ്ണമായി ഭേദമാവാതിരുന്നത്. പിന്നീട് രോഗലക്ഷണങ്ങൾ കണ്ടതോടെ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. ഈ തലയ്ക്ക് മുറിവേറ്റിരുന്നതിനാൽ തലച്ചോറിലേക്ക് പെട്ടെന്ന് അണുബാധ ഉണ്ടായി എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന അധികൃതർ നടത്തി വരികയാണ്. സിന്ധൂരി, വ്യക്തമാണ് സ്വാലിഹ്. മലപ്പുറം പെരുവള്ളൂരിലാണ് തെരുവുനായുടെ കടിയേറ്റ് പേവിഷബാധയുണ്ടായ കുട്ടി മരിച്ചിരിക്കുന്നത്. തലയ്ക്ക് കടിയേറ്റതിനാൽ ഈ ഒരു വൈറസ് ബാധ തലച്ചോറിലേക്ക് ബാധിച്ചതാവാം മരണകാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മലപ്പുറം പെരുവള്ളൂർ സ്വദേശി ഫാരിസിന്റെ മകൾ സിയയാണ് മരിച്ചത്. സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്.